ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അത്യാബ്നാഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഊത് പെർഫ്യൂമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. ഇത് യമൻകാരുടെ ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ഊതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവരുടെ അടുത്ത് ഊതിൻ്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആ ഊത് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് കൂടുതലായിട്ട്. ഇന്ത്യ, ഇന്തോനേഷ്യ, കംബോഡിയ, ബ്രൂണൈ, തായ്ലാൻഡ്, ഫിലിപ്പീൻ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. There's a oud from Indonesia named Maroki and double sober. Very, very nice. It's from Indonesia, right? Indonesia, yeah. Indonesia. Yeah. How much the kilo, this one? After discount, Per kilo, 28,200. yeah, 28, 200. ഓക്കെ, 28,200 റിയാലാണ് ഒരു കിലോ ഊതിന് വരുന്നത്. അതായത് ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ ഏകദേശം Oh, why? 6,20,000 രൂപയാണ് ഒരു കിലോ ഊതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ സാധനം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഊത്, ഹെവിയാണ്. ഈ ഊത് വരുന്നത് ഫ്രം ബ്രൂണൈ എന്നാണ്. How about this price? Price 1,800 riyal. For a gram, 100 grams. 1 kilo. For 1 kilo, 1,000? No. That's why. Wow. 1,800, 100 gram. That's why I say 1,100 100 riyal for 100 gram. Yeah. Right? Yeah. Okay. 100 gram. ഓക്കെ, ഇത് 100 ഗ്രാമിന് 1,100 റിയാലാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ 23,000 മുകളിൽ രൂപ ആയി ഈ ഒരു സാധനം. Nagaland. Mori. Name Mori. നാഗാലാൻഡ്. Nagaland. ഈ ഊത് വരുന്നത് നാഗാലാൻഡിൽ നിന്നാണ്. വാട്ട്സ് ദ നെയിം? Nagaland, India. Mori kasrat name. മോറി. Yeah. മോറി. Okay. Okay. What is the price of this one? Just the approximate. Check. This. Okay. ഇത് കണ്ടല്ലേ, ഇതൊക്കെ ഇവരുടെ കയ്യിലുള്ള ഊതുകളാണ്. ഇതൊക്കെ ഒരുപാട് രാജ്യത്ത് നിന്ന് വരുന്ന ഊതുകളാണ്. അതിൻ്റെയൊക്കെ സാമ്പിൾസും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നാഗാലാൻഡിൽ നിന്ന് വരുന്ന ഈ ഊതിന് 12,500 റിയാലാണ് ഒരു കിലോയുടെ പ്രൈസ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ അടുത്തായി ഇതിൻ്റെ പ്രൈസ് ഒരു കിലോയുടെ. ദിസ് ഈസ് ദ ബെസ്റ്റ് ഫ്രാഗ്രൻസ് ഇൻ യുവർ കളക്ഷൻ? Yeah. ഓക്കെ, ദിസ് കമ്മിങ് ഫ്രം Indonesia. Indonesia. Yeah. Okay, how about the price? 20,000. 20,000 per kilo. Yeah. Okay. 100. ഓ, ഇതിവിടെ പുറത്ത് വെച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത്രയും പവർ ഉണ്ടല്ലോ ഈ സാധനം. ഇത് ഇവരുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഊതാണെന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്, ആസാമിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ പ്രൈസ് ദിസ് വൺ? 10,000. ഓക്കെ, ഇത് 10,000 രൂപയാണ് പെർ കിലോ വരുന്നത്. അതായത് 100 ഗ്രാമിന് 1,000 റിയാൽ. Yeah. 1,000 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ 22,000 രൂപയ്ക്ക് മുകളിൽ 100 ഗ്രാമിന് വില വരുന്ന സാധനമാണിത്. അതിൽ ഈ ഒരു സാധനമാണ് പുറത്ത് വെച്ചപ്പോൾ ഹെവി സ്മെല്ല് നമുക്ക് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇത് മൊറോക്കോയിൽ നിന്ന് വരുന്ന ഒരു തരം ഊതാണ്. ഇത് ഓരോ രാജ്യത്തു നിന്ന് വരുന്ന ഊത് ഓരോ ടൈപ്പ് കേട്ടോ. അതൊരു ഈ മരത്തിന് തന്നെ വ്യത്യാസമുണ്ട്. നമുക്കത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇവരിപ്പോൾ ഇതൊന്ന് പുകച്ച് കാണിക്കുകയാണ്. ഈ മെക്സിക്കോ എന്നുള്ള ഊത്. ഈ ഊതിന് 100 ഗ്രാമിന് 2,200 റിയാൽ വില വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ 45,000 രൂപയ്ക്ക് മേലെയായി. സോറി, 45,000 50,000 രൂപ തന്നെ ആയിട്ടോ. അത് പുകയുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഊത് പുകയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോള്. അത് കരി. അത് ചൈനയിൽ നിന്ന് വരുന്നൊരു സാധനമാണ് കേട്ടോ. ഇത് ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇടുന്നത് ആസാമിൽ നിന്ന് വന്ന മോറി എന്ന് പറഞ്ഞ ഊതാണ്. Time? അത് നേറി വരുന്നേ ഉള്ളൂ, പുകഞ്ഞ് നേറി വരണം.
മറ്റേത് പെട്ടെന്ന് കത്തിപ്പിടിച്ചു, ഇത് ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്. കത്തുന്നുണ്ട്. ഇത് പ്രത്യേക ഒരു തരം സ്മെല്ല, അടിപൊളിയാണ്. ഈ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഊതിൻ്റെ ഓയിലാണ് ഇരിക്കുന്നതൊക്കെ. വലിയൊരു കളക്ഷൻ ഉണ്ട്. ഓക്കെ, ദിസ് വാട്ട് ഈസ് ദിസ്? Can you tell me the name? Name Misk and powder. Okay, this Misk and powder. coming from which country? Kuwait. Kuwait. Yeah. Wow, അതിൻ്റെ സ്മെല്ല് ഒന്നൊന്നര സ്മെല്ലാണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ പ്രൈസ് അബൌട്ട് ദിസ് വൺ? 3 gram 35 riyal. ഓക്കെ, 3 ഗ്രാമിന് 35 റിയാലാണ് വരുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ 650 രൂപ. അതായത് ഈ ഒരു ബോട്ടിലിന് 650 രൂപയുടെ മുകളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഈ കാണുന്നതൊക്കെ ഇന്ത്യ, മലേഷ്യ, തായ്ലൻഡ് അവിടെ നിന്നൊക്കെ വരുന്ന പ്യുവർ ഊതുകളാണ്. ഇതിനൊക്കെ വരുന്നത് 3 ഗ്രാമിന് 300 റിയാലിന് മുകളിലാണ്. അതായത് നാട്ടിൽ 6500 രൂപ. അതായത് ഈ കാണുന്ന ബോട്ടിലിന് 6500 രൂപയ്ക്ക് മേലെയാണ് പ്യുവർ ഊത് ഓയിലിൻ്റെ വില വരുന്നത്. ഈ കാണുന്ന ബോട്ടിലൊക്കെ പ്യുവർ ഊത് ഓയിലാണ്. This is the pure oud. ഈ ഷെൽഫിലിരിക്കുന്ന ഇതൊക്കെ പെർഫ്യൂംസ് ആണ്. ഇതൊക്കെ കുവൈറ്റിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. ഇത് പ്യുവർ ഊതിൻ്റെ അല്ല, ഇതെല്ലാം മിക്സൊക്കെ വരുന്നതാണ്. സാഫ്രോണും ആംബറും ഒക്കെ മിക്സ് വരുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ്. മിനിമം നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക, Same amber, oud, saffron mix. ഓക്കെ, സാഫ്രോൺ മിക്സ്. നല്ല സ്മെല്ലാണ്. നമ്മുടെ നാട്ടിലൊരു 2500 രൂപയ്ക്ക് മുകളിലാണ് ഓരോ. ഇതൊക്കെ 50 മില്ലി 100 മില്ലിനൊക്കെ ബോട്ടിലാണ്. അതിനൊക്കെ ആ ഒരു പ്രൈസാണ് വരുന്നത്. And the pure amber oud. ദിസ് ഇസ് പ്യുവർ ആംബർ ഊദ്. Yeah. Very nice. ഓക്കെ, ഇത് പ്യുവർ ആംബർ ഊദാണ്. ഈ ഇരിക്കുന്നത് ദവാസിർ ഊദ് എന്നാണ് പറയുന്നത്. സൗദിയുടെ തന്നെ സാധനമാണ്. ഊദ് പോലെ തന്നെ പുകയ്ക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് പറയുന്നത്. നല്ല സ്മെല്ലുള്ളത്. ഇത് ഈ ഒരു ബോട്ടിലിന് 150 റിയാലാണ് വരുന്നുള്ളൂ. വില കുറവാണ്. ശരിക്കും ഈ സാധനം മനസ്സിലായില്ല. ഇവർ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായില്ല. ഇത് പുകയ്ക്കാൻ പറ്റുന്ന സാധനമാണ്, അത്രമാത്രം. പിന്നെ ഈ ഒരു സാധനം, വാട്ട് ഈസ് ദിസ്? Oud perfume mix. ഊതും പെർഫ്യൂം മിക്സ് ചെയ്ത ഒരു സാധനമാണത്. നമ്മൾ ക്യാപ്സ്യൂള് പോലെ. ഇത് നമ്മൾ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്. From Oman. Yeah. Okay, what about the price? 25 riyal. 25 riyal. 75. For this bottle. Yeah. 30 grams. 30 grams. Yeah. Okay, 30 ഗ്രാമിന് 75 റിയാലാണ് ഈ ഒരു സാധനം വരുന്നത്. ഇവിടെ ഊത് പുകയ്ക്കാനൊക്കെ ഉള്ള സാധനം ഉണ്ട്. മരത്തിൽ ചെയ്തതാണ്. മരത്തിൽ ചെയ്ത പിച്ചളയും കൊണ്ടൊക്കെ ചെയ്തതാണ്. ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അല്ലേ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഹൗ മച്ച് ദ കോസ്റ്റ് ദിസ് വൺ? 69 റിയാലാണ് വരുന്നത്. ആൻഡ് ഇവിടെയുണ്ട് അതുപോലൊക്കെ ഓരോ ടൈപ്പ് ഊത് പുകയ്ക്കാൻ പറ്റുന്ന ഓരോ സാധനങ്ങൾ കിട്ടും. India. ഇതെല്ലാം വരുന്ന ഇന്ത്യയിൽ നിന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ അതിൻ്റെ ഓരോ ടൈപ്പ് നമ്മുടെ കുങ്കുമച്ചപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഊത് പുകയ്ക്കാനുള്ള വേറെ കുറേ സാധനങ്ങൾ മരത്തിൻ്റെ തന്നെ കേട്ടോ. അതിൽ കുറേ പിച്ചള, അതുപോലെ വെള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിപ്പിച്ചിട്ട് എല്ലാം കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കുറേ. ഇത് കുറച്ച് വലുതാണ്. നമ്മൾ വലിയ ഓഫീസുകൾ, വീടുകളിലൊക്കെ ഹോളിലൊക്കെ പൊക്കാൻ വേണ്ടി വലിയ രീതിയിലാണ്. അതിനൊക്കെ അത്യാവശ്യം വില വരുന്നതായിരിക്കും. കുറച്ച് വലിയതാണ്. അതിങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവരുടെ കുറേ ആർട്ടിഫാക്ട്സ്, പിന്നെ ആൻറ്റിക്ക് കുറേ സാധനങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ടോട്ടൽ വെള്ളി, പിച്ചളൊക്കെ പ്ലേറ്റിംഗ് ചെയ്ത ഊത് പുകയ്ക്കുന്ന സാധനങ്ങളുണ്ട്. ഈ ബോക്സിലുള്ളതാണ് ഊതിൻ്റെ വലിയ പീസാണ് കേട്ടോ. ഇതിനാണ് ഇവർ ഇവിടുന്ന് ഇങ്ങനെ ചെറുതാക്കി സൈസൊക്കെ ആക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഇത് നാഗാലാൻഡിൽ നിന്ന് വരുന്ന ഊതാണ്. 1 കിലോ ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഊതിൻ്റെ വില വരുന്നത്. ഇങ്ങനെയുള്ള വലിയ പീസായിട്ടാണ് ഇവരുടെ അടുത്ത് വരുന്നത് ഊത്. ഇതിന് ഇവർ ഓരോ ഈ പറഞ്ഞ പോലെ
5 ഗ്രാം 10 ഗ്രാം 50 ഗ്രാം 100 ഗ്രാം അങ്ങനെയൊക്കെയുള്ള ഓരോ ബോക്സ് ഇവരിവിടെ ആക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലേ ഇങ്ങനത്തെ വലിയ വലിയ ബോക്സിലാണ് ഇവർക്ക് ഊത് വരുന്നത്. ഇവരുടെ കയ്യിൽ ഇവരുടെ ഈ റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള മാലയാണത്. ഇതിന് ഇവർ പറയുന്നത് ബക്കലൈറ്റ് എന്നാണ് പേര്. ഇറ്റ്സ് അറബിക് നെയിം റൈറ്റ്? ബക്കലൈറ്റ് No, the ഇൻ യമൻ ഇംഗ്ലീഷ് നെയിം Yeah. ബക്കലൈറ്റ്. വാട്ട് യു കോൾ ഇൻ അറബിക് ദിസ് വൺ? same bakala. ബക്കലൈറ്റ്. Yeah. ഓക്കെ, ബക്കലൈറ്റ് എന്നാണ് പറയുന്നത്. ഇത് സത്യം പറഞ്ഞത് ഗ്ലാസ് പോലെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് അല്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കുറച്ച് നല്ല കളക്ഷൻസ് ഇവരെടുത്തുണ്ട്. ഇതിൻ്റെയും മെയിൻലി ഇതും ഇതിൻ്റെ കസ്റ്റമേഴ്സൊക്കെ അറബിക്കുകൾ തന്നെയാണ്. Colors, white, അറബ്സാണ് ഇതിൻ്റെ കസ്റ്റമേഴ്സൊക്കെ. green. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഏകദേശം 3000 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത്, ഒരു മാലയുടെ വില വരുന്നത്. ഇത് സെറാമിക്കിൽ ചെയ്ത ഊത് പോയിക്കാനുള്ളൊരു പാത്രമാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തുറക്കാം, നമുക്ക് തുറന്നങ്ങനെ ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൈ കൊണ്ട് പെയിൻറ് ചെയ്താണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. 265 price. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് വില വരുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം 6000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഈ ഒരു ബൗളിന്. ഇവർ പറയുന്നത് അറബികളാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് കൂടുതലും എന്നാണ്. കാരണം അവർക്ക് ഊതില്ലാതെ ഒരിക്കലും എന്താ പറയുക, അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അവരുടെ വീടുകളും ഓഫീസുകളൊക്കെ സുഗന്ധം കൊണ്ട് നിറയ്ക്കാം. അവർക്ക് ഇതെന്തായാലും ഊത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അതിപ്പോൾ ഇനി എത്ര വിലയായാലും അവർ വാങ്ങിക്കുമെന്നാണ് പറയുന്നത്. 100 ഗ്രാം ഊത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളമൊക്കെ പുകയ്ക്കാനുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഊതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.